കാലഘട്ടത്തിൽ വനിതകൾ എല്ലാവരും എന്ത് ചെയ്യണം? അവരുടെ അവകാശങ്ങളെ കുറിച്ചും അവർക്ക് എന്തെല്ലാം നിയമ സാധ്യതകളുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കണം. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ IPC, അതായത് ഇന്ത്യൻ പീനൽ കോഡ്, സ്ത്രീകൾക്ക് ഒരുപാട് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള വകുപ്പുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നെന്ന് പറയുന്നത് IPC 304B, അതായത് സ്ത്രീധന മരണം. ഒരു സ്ത്രീ വിവാഹം കഴിച്ചു കഴിഞ്ഞ് 7 വർഷത്തിനകത്ത് അവളുടെ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ പീഡനത്തിനിരയായി മരിക്കുകയാണെങ്കിൽ അത് പീഡന മരണത്തിലാണ് വരുന്നത്. ഒരു ഇതുണ്ട്, എന്താണ്? സ്ത്രീധന മരണത്തിന് കീഴിൽ വരണമെങ്കിൽ 7 വർഷത്തിന് ഉള്ളിലുള്ള കേസുകളാണ് സ്ത്രീധന മരണത്തിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അൺനാച്ചുറൽ ഡെത്ത് ആയിട്ട് അതിന്റെ പരിഗണിക്കേ ചെയ്യുകയുള്ളൂ. അടുത്തെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് IPCയിലെ 312. സ്ത്രീകൾ വയറ്റിൽ വെച്ച് തന്നെ കുട്ടികളെ നശിപ്പിക്കുന്നത് IPC 312 പ്രകാരം കുറ്റകരമാണ്. ഒരു സ്ത്രീ സ്വന്തമായി തന്റെ ഇഷ്ടത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? 312 പ്രകാരം കുറ്റം ആണ്. ഇനി 314 ഉണ്ട്. അതായത് ഒരു അമ്മയ്ക്ക് ഹാനികരമല്ല എന്ന് അറിഞ്ഞിട്ട് കൂടി ഒരു ഡോക്ടർ ആ അമ്മയുടെ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരമോ മറ്റാരിൽ നിന്നും എന്തെങ്കിലും ശമ്പളം പറ്റിയോ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ 314 പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? ആ ഡോക്ടർക്കെതിരെ കേസെടുക്കും. ഇനി പ്രധാനപ്പെട്ട അതിനുള്ള ശിക്ഷ പറയുന്നത് 313-ലാണ്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പാണ് 354. ഒരു സ്ത്രീക്ക് ഇഷ്ടമല്ലാതെ വേറൊരു പുരുഷൻ അവളെ കടന്നു പിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? 354 IPC പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? കേസെടുക്കുന്നത്. നമ്മൾ ഈ ബസ്സിലെല്ലാം യാത്ര ചെയ്യുന്ന സമയത്ത് പലർക്കും എന്ത് ചെയ്യുന്നുണ്ട്? മോശമായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലർ പ്രതികരിക്കും, ചിലരെന്താണ് അതിനെതിരെ പ്രതികരിക്കാറില്ല. കൂടുതൽ ആൾക്കാരും എന്താണ് പ്രതികരിക്കൂല. ഞാനിനി പറഞ്ഞ ബാക്കിയുള്ളവർ എന്നെ കുറിച്ച് എന്ത് കരുതും? ആ ഒരു ചിന്തയിൽ എന്ത് ചെയ്യും? അത് അങ്ങനെ അങ്ങ് വിടും. പക്ഷെ അങ്ങനെ വിടേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഒരാൾ നമ്മളെ തൊടാം, പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാതെ വേറൊരാൾ നമ്മളെ തൊടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 375 എന്ന് വെച്ചാൽ റേപ്പ്. അറിയാലോ, അതായത് ഒരു സ്ത്രീയെ തന്നെ എന്താണ് ഒരു പുരുഷൻ അവൾക്ക് ഇഷ്ടമല്ലാതെ ഇരുന്നിട്ടും എന്ത് ചെയ്യും? അവളെ സെക്ഷലായി അബ്യൂസ് ചെയ്യും, അല്ലെ? അതായത് എന്താണ്? സെക്സിന് വേണ്ടി പ്രേരിപ്പിക്കും, അല്ലെ? പിന്നെ എന്താണ്? അവൾ വഴങ്ങിയില്ലെങ്കിൽ അവളെ കീഴ്പ്പെടുത്തും. അതെല്ലാം വരുന്ന സെക്ഷൻ ഏതാണ്? 375 അതില് ഉള്ള ശിക്ഷ പറയുന്ന വകുപ്പാണ് IPC 376. ഇനി ഈ 376 തന്നെ എന്തുണ്ട്? ഓരോ വീണ്ടും സബ് കാറ്റഗറി ഉണ്ട്. അതായത് 376A എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. ഈ ഭാര്യയും ഭർത്താവും കൂടി പിണങ്ങിയിരിക്കുകയായിരിക്കും. അതായത് ഡൈവോഴ്സ് ചെയ്യണോ വേണ്ടേ ആ ഒരു സാഹചര്യത്തിൽ. അപ്പൊ അത്തരം സാഹചര്യത്തിൽ എന്ന് പറയുന്നത് ഈ പുരുഷൻ, അതായത് ഹസ്ബൻഡ് ഭാര്യയെ എന്താണ് സെക്സിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചു കഴിഞ്ഞാല് അവർക്ക് എന്ത് ചെയ്യാം? പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാം. അത് 376A വകുപ്പ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? അതിന് ശിക്ഷ നൽകുന്നത്. പിന്നെ അതുപോലെ തന്നെ 376B ഉണ്ട്. 376B വകുപ്പിൽ പറയുന്നതെന്ന് വെച്ചാല് ഒരു പബ്ലിക് സർവന്റ്, അതായത് എന്താണ്? ഒരു പൊതു ഉദ്യോഗസ്ഥൻ അയാൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥയോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഏതൊരാളെയും എന്ത് ചെയ്യുന്നത്? സെക്സ് അല്ലെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു നടപടി സ്വീകരിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പോലീസ് സ്റ്റേഷൻ നേരെ പോയി എന്ത് ചെയ്യാം? പരാതി പറയാം, അല്ലെ?